പ്രിയമുള്ളവരെ, ബദരീങ്ങളുടെ പവർ എന്താണെന്ന് ചെറിയൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ 8-ാം വർഷം മക്കം ഫത്ഹിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി മക്കം ഫത്ഹിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് നമ്മൾ പുറപ്പെടുക, ഏത് വഴിയിലാണ് മക്കത്തെത്തുക, എന്തെല്ലാമാണ് നമ്മൾ പോകുമ്പോൾ യുദ്ധായുധങ്ങളും മൃഗങ്ങളും കൂട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെയും ചർച്ച ചെയ്യുന്ന വലിയൊരു സഭയായിരുന്നു. ആ ചർച്ച ചെയ്യുന്ന ആ സഭയിൽ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ വിവരം അറിയലോട് കൂടെ, മഹാനവറുകൾ സ്വഹാബിയാണ്, വളരെ ആത്മീയമായി ഇസ്ലാമിൽ കടന്ന ഒരു വ്യക്തിയാണ്. ഈ സംഭവം കേൾക്കലോട് കൂടെ താൻ വിചാരിച്ചു, എൻ്റെ കുടുംബം മക്കത്തുണ്ടല്ലോ, എൻ്റെ ധാരാളം സ്വത്തുക്കൾ മക്കത്തുണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ കുടുംബത്തോട് ഞാൻ ആ സ്വത്തുക്കളെ സംരക്ഷിക്കാനൊന്നും അറിയിക്കട്ടെ, യുദ്ധത്തിന് വിവരം അറിയിക്കുന്നില്ല, ഞാൻ അതുമാത്രം അറിയിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കത്തെഴുതി ആ കത്ത് മക്കയിലേക്ക് അയച്ചിരിക്കുന്നു. നബിക്കും സ്വഹാബത്തിനും വിവരം അറിയില്ല. ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന് പറയുന്ന വ്യക്തി സ്വകാര്യമായി രഹസ്യമായി ചെയ്തൊരു പണിയാണ്. ഉടൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് മക്കം ഫത്ഹാകുന്ന വിഷയം പറഞ്ഞപ്പോൾ മക്കക്കാർക്ക് വിവരം അറിയിക്കാൻ വേണ്ടി ഒരു കത്ത് മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കത്ത് കൊണ്ടുപോകുന്ന പെണ്ണിനെയും പെണ്ണിൻ്റെ വർണ്ണത്തെയും അവൾ പോകുന്ന കുതിരയുടെ വർണ്ണത്തെയും റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു രണ്ടാളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേഗം പോകണം, 2 കുതിര എടുത്ത് വളരെ സ്പീഡായിട്ട് പോകണം. ഒരു പെണ്ണ് ഇന്ന കളറിലുള്ള ഡ്രസ്സിട്ട, ഇന്ന രൂപത്തിലുള്ള, ഇന്ന കളറിലുള്ള കുതിരയുടെ മേൽ അവൾ വളരെ സ്പീഡായി സവാരി ചെയ്തുകൊണ്ട് മക്കയിലേക്ക് എത്താനായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം എത്തി അവളെ തടഞ്ഞു നിർത്തി, അവളെ കയ്യിൽ രഹസ്യപത്രമുണ്ട്, നമ്മുടെ യുദ്ധത്തിൻ്റെ രഹസ്യം അവിടെ മക്കയിലേക്ക് എത്തിപ്പോയാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ ഒരു എഴുത്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അലി ബിൻ അബീ താലിബും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹും വളരെ പെട്ടെന്നായിട്ട് യാത്ര ഒരുങ്ങി. അവർ വളരെ സ്പീഡായിട്ട് യാത്ര പോയി കുറേ അങ്ങെത്തുമ്പോൾ വളരെ സ്പീഡായിട്ട് മുന്നിലൊരു കുതിര ഓടുകയാണ്. ആ കുതിര ഓടുന്നത് കൊണ്ട് ധൂള് കൊണ്ട് ആ കുതിര വരെ കാണുന്നില്ല, അത്ര സ്പീഡാണ്. അപ്പോൾ മനസ്സിലാക്കി ഇതാ പെണ്ണായിരിക്കുമെന്ന് മനസ്സിലാക്കി മഹാന്മാരായ 2 സഹാബാക്കൾ വളരെ സ്പീഡായി കുതിരയെ ഓടിച്ചു. അവളുടെ കുതിരയെ ഓവർടേക്ക് ചെയ്തു. കുതിരയുടെ മുമ്പാകത്ത് കുതിരയെ നിർത്തിവെച്ചു. അവളുടെ കുതിര നിർത്തിവെച്ചപ്പോൾ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അവളോട് ചോദിച്ചു, അല്ല പെണ്ണെ, നിൻ്റെ കയ്യിൽ ഒരു കത്തുണ്ടല്ലോ, മക്കയിലേക്ക് കൊണ്ടുപോയ ഒരു കത്തുണ്ടല്ലോ, അതിങ്ങോട്ട് കൊണ്ടാ. ആ പെണ്ണ് പറഞ്ഞു, എന്ത് കത്താണ്, എനിക്കറിയില്ലല്ലോ, ഞാൻ കച്ചവടത്തിന് പോകുന്നവളാ, ഞാൻ എൻ്റെ കുടുംബത്തെ കാണുന്നവളാ, പല കാരണങ്ങളും പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ബാഹ്യമായി പരിശോധിക്കേണ്ട സ്ഥലത്തെല്ലാം പരിശോധിച്ച് നോക്കി, എവിടെയും കത്ത് കാണുന്നില്ല. അപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയെ, ഈ പെണ്ണായിരിക്കൂല, ഈ പെണ്ണിൻ്റെ കയ്യിലുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അലി ബിൻ അബീ താലിബ് പറഞ്ഞു, ഹബീബായ തങ്ങൾ പറഞ്ഞത് ഈ പെണ്ണിൻ്റെ വസ്ഫ് ഇത് പെണ്ണിൽ തന്നെ ഉണ്ട്, കുതിരയുടെ വസ്ഫ് പറഞ്ഞ കുതിര ഇത് തന്നെയാണ്, അപ്പോൾ ഈ പെണ്ണ് ഇത് തന്നെയാണ്, അപ്പോൾ കത്ത് ഇവിടെ കയ്യിലുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ സ്വാദിഖും മസ്തൂഖാണ്, സത്യസന്ധനാണ്, അതുകൊണ്ട് ഈ പെണ്ണിൽ കത്തുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അത് തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞ് പിന്നീട് അലി ബിൻ അബീ താലിബ് തങ്ങൾ ചെയ്ത പണി എന്തറിയോ? തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് ഊറിയെടുത്തു, നേരെ പിടിച്ച് പറഞ്ഞു, പെണ്ണെ, നിൻ്റെ കയ്യിലുള്ള ആ കത്ത് നീ തന്നില്ലെങ്കിൽ നിൻ്റെ തല വെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പെണ്ണെ പേടിച്ച് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ തരാം എന്ന് പറഞ്ഞ് പെണ്ണ് തൻ്റെ തലയുടെ മുടി ചുരുൾ കെട്ടിയ അഥവാ തലയുടെ മുടി കെട്ടിവെച്ച അതിൻ്റെ ഇടയിലൂടെ ആണ് ആ കത്ത് സൂക്ഷിച്ചു വെച്ചത്. ആരും പരിശോധിക്കുമ്പോൾ അവിടെ വരെ കയ്യെത്തൂലല്ലോ. ആ ലെറ്റർ എടുത്ത് അലി ബിൻ അബീ താലിബിൻ്റെ കയ്യിൽ കൊടുത്തു. അള്ളാഹിൻ്റെ റസൂലിനിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തത് വളരെ സത്യമാണ്. അങ്ങനെ 2 പേരും തിരിച്ച് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്നു. ആ കത്ത് വായിച്ചത്, ആ കത്തിലുള്ളത്, എൻ്റെ കുടുംബമേ, ഞാനും ഹബീബായ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും മക്കം ഫത്ഹിന് വേണ്ടി മക്കയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിവരം ആരെയും അറിയിക്കരുത്, എൻ്റെ സ്വത്തും നിങ്ങളുടെ സ്വത്തിനെയും നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുക എന്ന് മാത്രമായിരുന്നു അതിൽ കത്തുണ്ടായിരുന്നു. പക്ഷേ അതെങ്കാലും മക്കത്ത് എത്തിപ്പോയാൽ അത് പരസ്യമാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു കത്ത് കൊടുത്തതോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ വായിച്ചു. ആ കത്ത് എഴുതിയ ആളാര് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഉടൻ തന്നെ ആ സദസ്സിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് സമ്മതം തരൂ, അയാളെ ഞാൻ വകവരുത്താമെന്ന് പറഞ്ഞ് വാളൂറി മുന്നോട്ട് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണ്, ഉമരെ അവിടെ ഇരിക്കുക, ഇന്നല്ലാഹ ഖദ് ഇത്തലാ അലാ അഹ്ലി ബദർ, അള്ളാഹു താല ബദർ യുദ്ധത്തിൽ സംബന്ധിച്ച ആളുകളെ അള്ളാഹു വെളിപ്പെടുകയും അള്ളാഹു താല അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പ്രവർത്തിച്ചോ, ഇന്നീ ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉമറെ, ഈ ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന ആൾ ബദർ യുദ്ധം നടത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തു പോയ ഒരു തെറ്റ് അള്ളാഹു പുറത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ തൊടാൻ പാടില്ല. ഇത്തിരി ഒരു അപകടമാണ് ഇദ്ദേഹം ചെയ്തൊരു പണി. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശത്രു നാട്ടിലേക്ക് വിവരം അറിയിക്കുക എന്നത് വലിയ ദ്രോഹമാണ്. പക്ഷേ എന്നാലും മഹാനവറുകൾ ബദർ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു ബദരീങ്ങളെ
പുറത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അത്രയും മഹത്വമുള്ളവരാണ് സഹാബുൽ ബദരീങ്ങൾ. അവരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. ഇന്നത്തെ രാത്രിയിൽ കഴിയുന്നത്ര യാസീൻ ഓതുക, ബദർ മൗലിദ് ഓതുക, അവരുടെ പേരിൽ സദഖ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്രയുമെല്ലാം ആ സഹാബുൽ ബദരീങ്ങളെ കാവൽ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ.